പ്രഭാഷണ പരമ്പരയിലെ 7ാം ദിവസമായ ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രേമമാനസി, നമ്മുടെ പ്രഭാഷണം നിർവഹിക്കുന്ന ആദരണീയനായ ജോർജ് തിരുമാഷ്, നന്ദി പറയുന്ന ബാലഗോപാൽ ചാണയിൽ, അതിപ്രഗത്ഭരും പ്രശസ്തരുമായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്പം നഷ്ടബോധത്തോടുകൂടി ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 7 ദിവസമായി മാഷുടെ പ്രഭാഷണം ഇന്ന് 7ാം ദിവസമാണ്. 6 ദിവസമായി സാഹിത്യ അക്കാദമിയുടെ ഈ സായാഹ്നങ്ങളെ തന്റെ ദീപ്തമായ അതിഗഹനമായ പഠനാത്മകമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ധന്യമാക്കുന്നു. പക്ഷെ എനിക്ക് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഇവിടേക്ക് കടന്നു വരാൻ കഴിയും. എന്റെ മുന്നിലിരിക്കുന്ന പ്രശസ്തനായ ദേവശ്രീ പന്ത്രണ്ടുകാരൻ അച്ഛൻ പറഞ്ഞു, ജോലി ചെയ്തത് തെറ്റാണ്, 2 ദിവസമെങ്കിലും പോയി ഒന്ന് കേട്ടുകൂടായിരുന്നോ എന്ന് സ്നേഹരൂപേണ എന്നോട് പറയുണ്ടായി. മാഷക്കും അറിയാവുന്ന ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി തിരക്കിൽ പെട്ടുപോയി എനിക്ക് ആ പ്രഭാഷണം കേൾക്കാൻ പറ്റില്ല. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ പ്രഭാഷണത്തെ കുറിച്ചുള്ള ഒരു ധാരണ എനിക്ക് ലഭിച്ചു. ആ ധാരണ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്ര നല്ല പ്രഭാഷണം നടത്താൻ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ചിന്തയുടെ, സാഹിത്യത്തിന്റെ, നമ്മുടെ സാംസ്കാരിക ഭൂമികയുടെ ഒക്കെ എല്ലാ തലങ്ങളെയും വസിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രഭാഷണം നടത്താൻ കഴിയുന്ന ഒരു വ്യക്തി ജോർജ് മേനച്ചേരി മാഷാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ 80ാം പിറന്നാളിനാണ് ഇത്തരം ഒരു പ്രഭാഷണം വരുന്നത്. നമ്മുടെ 70ാം പിറന്നാളൊക്കെ വളരെ മനോഹരമായി നടന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുവലയത്തിൽപ്പെട്ടവരാണ് എറണാകുളത്ത് ആദ്യം കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ സമ്മേളനം നടന്നപ്പോൾ അവിടെ വെച്ചാണ് മാഷ് ഒരു പ്രഭാഷണ പരമ്പര തന്നെ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി. എറണാകുളത്ത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. തൃശ്ശൂരിലെ സുഹൃത്തുവലയം തൃശ്ശൂരിൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ടു. അവസാനമാണ് തൃശ്ശൂരിൽ തന്നെ നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ പ്രഭാഷണ പരമ്പരകളുടെ പ്രഭാഷണ കലയുടെ ആചാര്യൻ എന്ന് പറയുന്ന അരിക്കോട് മാഷുടെ ഒരു പ്രഭാഷണ പരമ്പര നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. രാമായണത്തെ കുറിച്ചും മറ്റുമെല്ലാം ആനുകാലിക വിഷയങ്ങളെ വളരെ ഗഹനമായി ചർച്ച ചെയ്ത അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള് നമ്മുടെ മനസ്സിൽ നിന്നും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. അതിനുശേഷം നാളെ സാഹിത്യ അക്കാദമിയുടെ അരിക്കോട് മാഷുടെ മാരക പ്രഭാഷണ പരമ്പര ആരംഭിക്കുക. രാജീവൻ ആ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടർന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ചൊക്കെ കടന്നുപോവുകയായിരുന്നു. കാരണം ഈ 6 ദിവസവും ഈ പ്രഭാഷണം കേട്ടവരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അവരോട് ഒരു പ്രഭാഷണം കേൾക്കാത്ത ഞാൻ പറയുന്നത് ഒരധികം പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും പ്രഭാഷണം കേട്ടവരിലാണ് ബഹുഭൂരിപക്ഷം പേരും. അവര് പറയുന്നത് മാഷ് പാണ്ഡിത്യം സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ
എന്താ പറയുക, നമ്മുടെ സാഹിത്യ മേഖലയ്ക്കും ഒക്കെ എത്രമാത്രം മുതൽക്കൂട്ടാണ് എന്നുള്ളതിന്റെ തെളിവായിരുന്നു പ്രഭാഷണം എന്നുള്ളത്. ഇന്ന് അതിന്റെ ഭാഗമായിട്ടാണ് വാസ്തു ശില്പകലയും പുരാവസ്തു വിജ്ഞാനീയവും കേരളീയ ക്ഷേത്രങ്ങളിലും പള്ളികളിലും എന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമെങ്കിലും നമ്മുടെ സാംസ്കാരിക ജീവിതവുമായി നമ്മുടെ കേരളത്തിന്റെ തനിമയുടെ, കേരളത്തിന്റെ പെരുമയുടെ ഒക്കെ മഹത്വം വിളിച്ചോതുന്ന ഈ കലയെക്കുറിച്ചുള്ള വലിയ അറിവുകൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രഭാഷണം എന്നാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു നിധി എന്ന് പറയാവുന്ന, മറ്റു പലയിടത്തും അത്തരം ചില ചുവർച്ചിത്രകലകളില് അല്ലെങ്കിൽ വാസ്തുശില്പ കലയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കേരളമായിട്ട് നമ്മുടെ പള്ളികള്, നമ്മുടെ ക്ഷേത്രങ്ങള് ഒക്കെ ഈ കലയെ ഏത് രീതിയിൽ സ്വീകരിച്ചു, ഈ കലയുടെ ഒരു മഹത്വം എന്ത്, അതിന്റെ വലിപ്പം എന്ത് എന്നുള്ളൊരു ചിന്ത നമുക്കിന്ന് പ്രഭാഷണത്തിലൂടെ. സാധാരണഗതിയില് ഒരു സ്വാഗത പ്രസംഗന്റെ കടമ ഈ പ്രഭാഷണം നടത്തേണ്ട വ്യക്തിയെ പരിചയപ്പെടുത്തില്ല. ഞാൻ ഒരു വാക്കും പോലും ഭാഷയെ കുറിച്ച് പറയുന്നില്ല. കാരണം ഞാനത് പറയുന്നത് ഈ സദസ്സിനോട് ചെയ്യുന്ന അപരാധമാണ് എന്നെനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞു വന്നതിലെല്ലാം ഉണ്ട് കേരളം ഇന്ന് കണ്ട ഏറ്റവും മഹത്തായ ഒരു ഗുരുവരിയും ഈ കലയെയും നമ്മുടെ സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ അതിന്റെ മഹത്വം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ ഗുരുഭൂതൻ അദ്ദേഹമാണ് ജോർജ് മേനച്ചേരി മാഷ്. ആ നിലയ്ക്ക് തന്നെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം, 7ാം ദിവസത്തിലേക്ക് ഹൃദയപൂർവ്വം ഇന്ന് നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ കെ മുഹമ്മദ് ആയിരുന്നു അധ്യക്ഷത വഹിക്കേണ്ടിരുന്നത്. അദ്ദേഹം യൂറോപ്യൻ പര്യടനമൊക്കെ കഴിഞ്ഞ് വന്ന് മാസ്റ്റർ ഈ പരിപാടിയിൽ നിർബന്ധമായി പങ്കെടുക്കും എന്ന് അറിയിച്ചിരിക്കുമ്പോഴാണ് ഈ മേഖലയുമായിട്ട് വളരെ വിജ്ഞാനപ്രദമായ ഒരു പുസ്തകം നടത്താൻ കഴിവുള്ള അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് കെ സാഹിത്യ അക്കാദമി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ക്ഷണിച്ച് ഒരു നല്ല പ്രഭാഷണം ഇവിടെ നടത്തിയത് ഞാൻ ഓർത്തു. പക്ഷെ നിർഭാഗ്യവശാൽ കടുത്ത പനിയിലാണ് അദ്ദേഹം. കോഴിക്കോട് ഒരു പനി കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ പോലും ഓടിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ടുകാരനായ മുഹമ്മദിനെ പനി ബാധിച്ച് അദ്ദേഹം വളരെ അവശനായി ഇരിക്കുന്നൊരവസ്ഥയിൽ മാഷ് തന്നെ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം ഞാൻ യാത്ര ചെയ്യണോ, കാവ്യ വരണോ എന്ന് ചോദിച്ചപ്പോൾ മാഷ് തന്നെ പറഞ്ഞു വരണ്ട, ഇത്രയും ക്ഷീണിതനായി ഇരിക്കുമ്പോൾ വീട്ടുകാരൊക്കെ എന്ത് പനിയാണെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുന്ന ഒരവസരത്തിൽ ഏതോട് പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞാണ്. പകരം നമുക്ക് കിട്ടിയ ആളാണ് വർഗീസ് മാഷ് പറഞ്ഞ പോലെ അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ദേശം എത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളീയനല്ല എന്ന് പറയാത്ത വിധത്തിൽ ഒരു തനി കേരളീയന്റെ മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ നടപ്പിലും അദ്ദേഹത്തിന്റെ വേഷധാരണത്തിലൊക്കെ. ഞാൻ അദ്ദേഹം ഈ പെരുമ്പുലിശ്ശേരി അടുത്ത് ചേർത്ത് പോകുന്ന വഴിയിലുള്ള അദ്ദേഹത്തിന്റെ മനയിൽ പലപ്പോഴും പോയിട്ടുള്ള ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് ജർമ്മനിയിലൊക്കെ ഞാൻ പോയ വിശേഷങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ട്. അദ്ദേഹം തിരിച്ചും അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മുടെ അദ്ദേഹം തന്നെ പറഞ്ഞത് ഒരിക്കലും ഒരു വേദന പോലെ അദ്ദേഹം പറഞ്ഞു, ഇത്രയും നല്ല മനയും ഇത്രയും നല്ല ശില്പഭംഗിയൊക്കെ ഉള്ള കെട്ടിടങ്ങൾ കേരളത്തിലുള്ളപ്പോൾ നിങ്ങൾ അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ കോൺക്രീറ്റ് മന്ദിരങ്ങൾ അവിടെ AC-ക്ക് പോലും താങ്ങാൻ കഴിയാത്ത ചൂട് വഹിക്കുന്ന ഇത്രയും അണുബോംബ് പോലെയുള്ള ഈ കെട്ടിടങ്ങൾ എന്തിൽ പണിതു വെക്കുന്നു? ഇത്ര മനോഹരമായ 4 കെട്ടും 8 കെട്ടും ഒക്കെ ഉള്ള സുന്ദരമായ ഒരു
നിർമ്മിതിയുടെ അവകാശമുള്ള കേരളീയർ ഇതിന്റെ പുറകെ പോകുന്നു എന്ന് വേദനയോടുകൂടി അദ്ദേഹം ഒരിക്കൽ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഹൃദയപൂർവ്വം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം വളരെ മിതഭാഷിയാണ്. അധികം അങ്ങനെ ഇന്നത്തെ ദിവസം ഇതിന്റെ ശ്രദ്ധവും സംസാരിക്കുന്ന അറിയില്ല, പക്ഷെ അദ്ദേഹം ഒരു ശ്രോതാവിന്റെ വേഷം എടുക്കാറാണ് പലപ്പോഴും പതിവ്. ചെറിയ വാക്കുകളിൽ മാത്രമേ അദ്ദേഹം സംസാരിച്ച് കണ്ടിട്ടുള്ളൂ. എങ്കിലും നമുക്ക് കിട്ടിയ മുഹമ്മദ് വരാൻ കഴിയാത്ത സ്ഥലത്ത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് ലഭിച്ചു. സ്ഥാനത്തേക്ക് പ്രേം മാനസിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരില് ഈ പ്രഭാഷണ സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇത് നന്ദി പറയുന്നത് ബാലഗോപാൽ ചാണയിലാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂരുകാരനാണ്. ഈ പുരാവസ്തു ഒക്കെ ആയിട്ട് അതിന്റെ നാണയം ശേഖരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയനായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ബാലഗോപാൽ ചാണയില്. ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ദിവസവും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ എഡ്വിൻ ബെസറൽ, മേരി വിജയം മാസികയുടെ പത്രാധിപ സമിതി അംഗമാണ്. മലബാർ മിഷണറി പ്രദേശത്തിന്റെ ജനറൽ കൗൺസിൽ മെമ്പറാണ്. ഇവിടെ ദൂരത്തിനടുത്തുള്ള നമ്മുടെ സെന്ററിന്റെ അമരക്കാരനായിട്ട് ചുമതല നോക്കുന്ന ബ്രദർ എഡ്വിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സാധിക്കും. പന്തലുകാരൻ അച്ഛനടക്കമുള്ള മറ്റെല്ലാ സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ ഹൃദയപൂർവ്വം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനും ആ പ്രഭാഷണത്തിൽ ജയിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഹൃദയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.